വൈപ്പിൻകരയിലെ ക്ഷീരസംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ ക്ഷീരകർഷക കൂട്ടായ്മയും വൈപ്പിൻകരയിലെ വെറ്റിനറി ഡോക്ടർമാരെ ആദരിക്കൽ ചടങ്ങും നടത്തി. ചടങ്ങ് ബഹുമാനപ്പെട്ട MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെറ്റിനറി ഡോക്ടർമാരായ സൈറ PA എലങ്കുന്നപ്പുഴ, ധന്യ പുരുഷോത്തമൻ ഞാറയ്ക്കൽ, അഖിൽ രാഗ് എടവനക്കാട്, ശ്രീദേവി കുഴുപ്പള്ളി, സുബി നായരമ്പലം, രഹന ചെറായി, പ്രീത എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സാജിദ്, കുഴുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ, വാർഡ് മെമ്പർ വർഷ, ജയചന്ദ്രൻ, നിസാർ, ഡോക്ടർ സൈറ, KK ഷാജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് OK കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. PK ബാബു സ്വാഗതവും കൃഷ്ണവേണി നന്ദിയും രേഖപ്പെടുത്തി. വൈപ്പിൻകരയിലെ ക്ഷീരകർഷക കൂട്ടായ്മ വൈപ്പിൻ ക്ഷീരകർഷക സമിതി രൂപീകരിച്ചു. PR ഉണ്ണികൃഷ്ണൻ കൺവീനറായി, രാജു നായരമ്പലം ജോയിന്റ് കൺവീനറുമായി കമ്മിറ്റി രൂപീകരിച്ചു. KS ഗോപാലകൃഷ്ണൻ, KK ഷാലി, MA സജീവ്, OK കാർത്തികേയൻ, PK സാബു എന്നിവരെ തെരഞ്ഞെടുത്തു. OK കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്വാഗതം PK ബാബു, കൃതജ്ഞത കൃഷ്ണവേണിയും പറഞ്ഞു. സംഘങ്ങളുടെയും പ്രസിഡന്റുമാര്, എന്റെ പ്രിയപ്പെട്ട എന്നൊപ്പം വർക്ക് ചെയ്യുന്ന പ്രിയ ഡോക്ടേഴ്സ്, നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന നമ്മുടെ റിട്ടയർഡായ നമ്മുടെ സീനിയർ ഓഫീസേഴ്സായ ലാലസാർ, അമിതാമാടുണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വൈപ്പിൻ മേഖലയിലെ വൈപ്പിലെ ക്ഷീര മേഖലയെ സംബന്ധിച്ച് ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഇന്ന് ഇവിടെ നടന്നത്. കാരണം 7 വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഇതേ വൈപ്പിൻ കരയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. ഞാൻ വൈപ്പിൻകരയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷത്തോളമായി. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അന്നം തന്നെയാണ് ഈ ജോലി എന്ന് പറയുന്നത്. നമുക്കിതിൽ വേറൊരു വെള്ളം ചേർക്കലില്ല. നമ്മളെല്ലാം നിങ്ങൾ കർഷകർക്ക് വേണ്ടി തന്നെയാണ് എന്നും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമുക്ക് നിങ്ങൾ തന്നെയാണ് പ്രയോറിറ്റി എന്നും. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ക്ഷീരകർഷകത്തിന്റെ സംഘത്തിന്റെ എല്ലാ പ്രസിഡന്റുമാരും നമ്മുടെ പ്രിയങ്കരായ കർഷകരെ കൂടി ഇങ്ങനെ ഞങ്ങൾക്കൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു സ്വീകരണം, അനുമോദനമൊക്കെ നൽകാൻ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അതിന് നിങ്ങളോട്, ഇതിന്റെ സംഘാടകരോടായ ഓരോരുത്തരോടും കർഷകരോടും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ നിങ്ങളെ ഓരോരുത്തരെ അറിയിക്കുകയാണ്. ഇതുപോലെ ഇനി തുടർന്നും എപ്പോഴും ഇതൊക്കെ നടക്കട്ടെ. കാരണം നിങ്ങൾ ഈ ഒരു അനുമോദനവും സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഇതെല്ലാം തന്നെ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നും എപ്പോഴും നിങ്ങൾക്കായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ലത് തന്നെയാണ്. നിങ്ങൾ ഇത്രയും പേര് കൂടി ഞങ്ങളെ കുറിച്ച് ഓർത്തതും ഇതൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി നിങ്ങളോട് വീണ്ടും രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എല്ലാവരും എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ഷീര സംഘങ്ങളും നമ്മുടെ ക്ഷീര കർഷകരൊക്കെ ഇപ്പൊ ഇന്നിവിടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു ജോലി ചെയ്യുന്നത്. അപ്പം അത് ഏറ്റവും ഫലവത്താവുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ട് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ക്ഷീര കർഷക സംഘടനയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളുടെ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ പല മേഖലയിൽ ഇപ്പൊ എല്ലാവരും പഠിപ്പിടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, വർക്ക് ഫ്രം ഹോം ഉണ്ടാവും. ഇത് ഓൾവേസ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ ക്ഷീര കർഷകർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എപ്പോഴും അധ്വാനം തന്നെയാണ് കൈമുതൽ. അപ്പൊ ഇനി അത് ഇപ്പം നിങ്ങൾക്ക് കുറെ പേര് പ്രായം ചെന്നവരാണെങ്കിലും കുറച്ചുപേര് ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ അടുത്ത തലമുറകളിലേക്കും നമ്മുടെ ക്ഷീരവൃത്തി എന്ന് പറയുന്നത് വളരെ അന്തസ്സുള്ളൊരു പ്രവൃത്തിയാണ്. ഇത് നമുക്ക് കൈമാറാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ വേണം, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ വേണം. നമ്മുടെ വെറ്റിനറി ഡോക്ടേഴ്സിന്റെ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ രൂപീകരണം നടക്കും. ആദ്യമായിട്ട് എനിക്ക് സംഘം പ്രസിഡന്റുമാരോട് എല്ലാവരോടും ക്ഷീര കർഷകർക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്, കഴിഞ്ഞ 2 വർഷത്തിലധികമായി പാൽവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 വർഷത്തിലധികമായി പാൽവില വർദ്ധിപ്പിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ ക്ഷീര കർഷകരെ സംബന്ധിച്ച് അവരുടെ ചെലവ് ഏതാണ്ട് 1.5 ഇരട്ടിയോളം തന്നെ വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങൾക്കും വില കൂടി, പ്രത്യേകിച്ച് കാലിത്തീറ്റയ്ക്ക്. അതുകൊണ്ട് അടിയന്തരമായി
ഈ സംഘം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുത്ത് പാൽ വില എത്രയും വേഗം വർദ്ധിപ്പിച്ച് ക്ഷീരകർഷകർക്ക് ഒരു ആശ്വാസം നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. 3 ദിവസമാണ് ഈ ചടങ്ങ് നടത്താൻ വേണ്ടി കിട്ടിയത്. ആ 3 ദിവസത്തിനകത്ത് പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം 5 ക്ഷീരസംഘം സൊസൈറ്റികളുടെ പ്രസിഡന്റുമാരും അനുബന്ധമായിട്ടുള്ള ബോർഡ് മെമ്പർമാരടക്കം ഓടി നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ചടങ്ങ് രൂപപ്പെടുന്നത്. ഈ ചടങ്ങിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പശു അടക്കമുള്ള വളർത്തുമൃഗങ്ങളുടെ ജീവവായുവാണ് വെറ്ററിനറി ഡോക്ടർമാർ. അതിനെ സമഗ്രമായിട്ട് ആദരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കുറവുകളുണ്ട്. ഞങ്ങളത് സ്വയം വിമർശനപരമായിട്ട് ഞങ്ങൾ പറയുന്നത് ചടങ്ങ് നടത്തുന്നതിൻ്റെ ഈ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ആ ചടങ്ങ് ഗംഭീരമായി എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരുടെയും വിലയിരുത്തൽ. ആ രൂപത്തിൽ സഹകരിച്ച വെറ്ററിനറി ഡോക്ടർമാരെയും ആ വെറ്ററിനറി ഡോക്ടർമാരെ ആദരിക്കുന്ന ചടങ്ങ് വൻ വിജയപ്രദമാക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട ക്ഷീര കർഷകരെ ഒരുപോലെ ഞാൻ ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ്, അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഞങ്ങൾ പ്രധാനപ്പെട്ടൊന്നും പറയുന്നില്ല, MLA-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം, മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വൈപ്പിങ്കര പ്രത്യേകത നിറഞ്ഞ പ്രദേശം. ആ പ്രത്യേകത നിറഞ്ഞ പ്രദേശത്ത് ക്ഷീരകർഷകരെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകണമെങ്കിൽ സമഗ്രമായ ഒരു വികസന രൂപരേഖ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ക്ഷീരകർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിനും ഈ കർഷക കൂട്ടായ്മ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഒപ്പം ക്ഷീരകർഷകരുടെ വൈപ്പിങ്കരയിൽ ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് പദ്ധതി രൂപപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഈ വേദിയിൽ വെച്ച് ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷീരകർഷക കൂട്ടായ്മ വേദി വൈപ്പിങ്കരയിൽ രൂപപ്പെടുകയാണ്. ഇന്നത്തെ ഈ യോഗത്തോടുകൂടി എടവനക്കാട് ക്ഷീരസംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ശ്രീമാൻ PR ഉണ്ണികൃഷ്ണൻ കൺവീനറായിട്ടും പള്ളിപ്പുറം ക്ഷീര സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ഗോപാലകൃഷ്ണനും എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡന്റ് ഞാൻ, നായകലത്തിൻ്റെ പ്രസിഡന്റ് MD സജീവും, പെരുമ്പള്ളി പ്രസിഡന്റായിട്ടുള്ള ശ്രീമാൻ കാർത്തികൻ ചേട്ടൻ, പുതുവൈപ്പ് പ്രസിഡന്റായിട്ടുള്ള PK ബാബു അടങ്ങുന്ന അത്യാവശ്യം ചില ബോർഡ് മെമ്പർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റി ഈ യോഗത്തിൽ വെച്ച് രൂപപ്പെടുകയാണ് എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിവാദ്യങ്ങളും നൽകിക്കൊണ്ട് പ്രസിഡന്റുമാരെ, ഇന്നിവിടെ നമ്മൾ ആദരിച്ച അഖിൽരാജ്, സൈറ, ധന്യ, അനു, ശ്രീദേവി, രഹന തുടങ്ങിയ ഡോക്ടർമാർ, നിസാർ ഉൾപ്പെടെയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീര കർഷകർ, ക്ഷീര മേഖലയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കാറുണ്ട്. സർക്കാരിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പ്രാദേശിക ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ തയ്യാറാക്കി കർഷകരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പണം ചെലവ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും കുളിപ്പിച്ച് കുട്ടിയില്ലാതാവുക എന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ക്ഷീരമേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഓരോ ഗ്രാമങ്ങളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ഒരു സർവേ എടുത്താൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ഒരുപാട് ക്ഷീര കർഷകർ ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവർക്ക് മറ്റു ജോലികൾ കിട്ടിയത് കൊണ്ട് ഒഴിഞ്ഞു പോയതല്ല, ഈ മേഖലയെ
ലാഭത്തിലാക്കാനോ അല്ലെങ്കിൽ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനോ തക്ക ലാഭകരമായ ഒരു മേഖല അല്ല എന്നൊരു തിരിച്ചറിവ് കൊണ്ടാണ് അതിൽ ബഹുഭൂരിപക്ഷവും പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ എങ്ങനെ സംരക്ഷിക്കണമെന്നത് നമ്മുടെ വലിയൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ കഴിയൂ എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ ക്ഷീരകർഷകർ എത്തിയേ മതിയാകും. എന്താണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമല്ല അതിനാവശ്യമായ രീതിയിലുള്ള നമ്മുടേതായ പങ്ക് കൂടി വഹിക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിലേ, നമ്മൾ തുനിഞ്ഞെങ്കിലേ അതിന് കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നമുക്കറിയാം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ MLA-യെ പ്രേരിപ്പിച്ച് MLA 1.5 കോടി രൂപ നമുക്ക് അനുവദിച്ചുകൊണ്ട് ഒരു ABC ക്ലിനിക്കിന്, ഒരു ലാബിന്, അതേമാതിരി ചാണക സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് സംവിധാനം ഉണ്ടാക്കി. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് 1.5 കോടിയിൽ ഒരു പൈസ പോലും ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കാരണം ABC ക്ലിനിക്കിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഒരു ഭാഗത്ത്, ചാണക സംസ്കരണത്തിന് സ്ഥലം ലഭിക്കാതിരിക്കുന്ന ഒരു ഭാഗത്ത്, പള്ളിപ്പുറം പഞ്ചായത്ത് സ്ഥലം നൽകാമെന്ന് ഏറ്റെങ്കിലും അവസാനം അത് നൽകാൻ കഴിഞ്ഞില്ല. അതേമാതിരി തന്നെ ലാബിൻ്റെതായ വിഷയങ്ങളിലും ഒരുപാട് പോരായ്മകളും. പക്ഷെ ഫണ്ട് ഒരുമിച്ചായതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല, മാത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വന്നതോട് കൂടിയിട്ടാണ് ആ ഫണ്ട് ലാക്സായി പോയത്. അതുകൊണ്ട് ഈ രംഗത്ത് ഇപ്പൊ ഞാൻ MLA-യോട് 2-4 വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനം, നമ്മുടെ പല പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സീനിയർ വെറ്ററിനറി സർജന്റെ പോസ്റ്റ് ആവശ്യമാണെന്ന് പറയുന്നു. ഒരു സീനിയർ വെറ്ററിനറി സർജന്റെ പോസ്റ്റ് ഇവിടെ ഇല്ല. പക്ഷെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്ത് നിന്നും അത്തരം പരിപാടികൾ നടത്താൻ വേണ്ടി തൽക്കാലം ചെറായി ഡോക്ടറെ സീനിയർ വെറ്ററിനറി സർജനായിട്ട് പരിഗണിക്കാമെന്ന് പറഞ്ഞ ലെറ്ററൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതിനിപ്പോ ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു ഫണ്ട് നീക്കി വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം സൂചിപ്പിച്ചത് ഒരു സീനിയർ വെറ്ററിനറി സർജൻ ഇല്ല, അല്ലെങ്കിൽ ഒരു വലിയ മെഡിക്കൽ ക്യാമ്പൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2 ലക്ഷം രൂപ വകയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞില്ല. ഞാൻ സൂചിപ്പിച്ചു വന്ന വസ്തുത, നമ്മുടെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് നമ്മുടേതായ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ ബന്ധപ്പെട്ട രീതിയിൽ ഉള്ള വലിയ ഒരു പുഷിംഗ് ആവശ്യമാണ്. ആ രീതിയിൽ നമ്മളോട് ഞാൻ പറഞ്ഞ അതിന്റെ ഭാഗമായി ഒരു സീനിയർ വെറ്ററിനറി സർജനെ കിട്ടുക എന്ന അർത്ഥത്തിലും നമുക്ക് ഒരു വെറ്ററിനറി പോളിക്ലിനിക് എന്ന രീതിയിൽ ഈ വൈപ്പിൻകരയിൽ ഒന്ന് വേണം. അത് അത്യാവശ്യമാണ്. ആ വെറ്ററിനറി പോളിക്ലിനിക് ഉണ്ടാകാൻ ആവശ്യമായ ഏത് തടസ്സങ്ങളും നീക്കാൻ MLA-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. MLA അതിനാവശ്യമായ രീതിയിലുള്ള എന്തെങ്കിലും സഹായകരമായ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു തരാം. MLA എല്ലാ സഹായങ്ങളും അക്കാര്യത്തിലും ആക്കാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വെറ്ററിനറി പോളിക്ലിനിക്കായി വെറ്റിനറിയിൽ ഒരു പോളിക്ലിനിക് വരിക, അതിന്റെ ഭാഗമായി ലാബ് വരിക. ഇപ്പൊ ക്ഷീരകർഷകരല്ല ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വൈപ്പിൻകരയിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് ക്ഷീര കർഷകരെ കഴിഞ്ഞ് ഉപേക്ഷിച്ച് ഓമന മൃഗങ്ങളുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ സമീപിക്കുന്നത്. ക്ഷീരകർഷകർ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഓമന മൃഗങ്ങൾ, പ്രാവായാലും പക്ഷികളായാലും പൂച്ചയായാലും പട്ടിയായാലും മറ്റ് ഇതര വളർത്ത് മൃഗങ്ങളായാലും ഒക്കെ തന്നെ ഇന്ന് ഡോക്ടർമാരുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥ. ഇപ്പൊക്കെ ചെറായി ഡോക്ടർ, അഷ്ട ഡോക്ടറിന്റെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് 100 കണക്കിന് പേർ ആ കോമ്പൗണ്ട് നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ഓമന മൃഗങ്ങളായി പിടിച്ചേക്കുന്നത്. അങ്ങനെ അത്തരം രീതിയിൽ ഡോക്ടർമാരെ സംബന്ധിച്ച് ക്ഷീരമേഖലയിലെ ഇന്നത്തെ സേവനം കുറഞ്ഞെങ്കിലും മറ്റു മേഖലയിലേക്ക് അവർ സേവനം ധാരാളം മാറ്റിവെക്കേണ്ടത് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ക്ഷീരകർഷകരെ സംബന്ധിച്ച് ആവശ്യമായ രീതിയിലുള്ള ഗവൺമെന്റ് തലത്തിൽ സംഘടിപ്പിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അതാത് ഓഫീസുകളെയും അതാത് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ വേണ്ട രീതിയിലുള്ള കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. യോഗത്തിൽ പങ്കെടുക്കാനൊക്കെ എല്ലാ നല്ലവരായ ക്ഷീരകർഷകരെയും എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ പറയാവുന്നത് എൻ്റെ വാർഡിനെ സംബന്ധിച്ച്, എൻ്റെ വാർഡിൽ 12ാം വാർഡ് ബ്ലോക്ക് ഇരിക്കുന്ന വാർഡ്. അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം. എൻ്റെ ആ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ദിവസം ഒരു തോട്ടികളിൽ പശു വീണ് ആദ്യമായിട്ടായി വെയിൽ കൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അതിന് ഭയങ്കര തളർച്ചയൊക്കെ വന്നേ. അപ്പൊ അന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ മോൻ വന്നിട്ട് തോട്ടിൽ നിന്ന് എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഞങ്ങളൊക്കെ കൂടി പൊക്കിയിട്ടും പൊക്കാൻ പറ്റുന്നില്ല. പശു തളർന്ന് പോവരുത്. അപ്പൊ ആ ഒരു ആത്മാർത്ഥത, ആ തോട്ടിൽ വീണ പശുവിനെ എടുക്കാനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ചേട്ടൻ അവിടെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി, വിഷമം തോന്നി.
നിൽക്കുകയാണ്. അതിനെടുത്തിട്ട് അത് ചത്തുപോയി. ഞാൻ അച്ഛനോട് ചോദിച്ചു. പക്ഷെ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമായി. അതുകൂടാണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യണ ആ പ്രവൃത്തി, അതായത് രാവിലെ എണീറ്റ് ഒരു പശുവിനെ നോക്കാനൊക്കെ, പശുവായാലും ഏതാണെങ്കിലും നമ്മൾ നോക്കാമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് രാവിലെ എണീറ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടെങ്കിൽ മാത്രം. എൻ്റെ വാർഡിലുണ്ട് ഒരു ചേച്ചി, ഒരമ്മായി ഉണ്ട്. രാവിലെ അവര് ചേച്ചിയുടെ ഉണ്ട്. അപ്പൊ അവര് രാവിലെ എണീറ്റ് ആ അമ്മായിക്കാണെങ്കിൽ തീരെ വയ്യ. അങ്ങനെ അത് രാവിലെ വന്ന് പുല്ല് പറിച്ച്, പറമ്പിലൊക്കെ വന്ന് പുല്ല് പറിച്ച് നമ്മള് എങ്ങനെയാണോ അതിനെ നോക്കണത്. അപ്പൊ നിങ്ങളിലേക്ക് ഏറ്റവും വലിയൊരു ആ കുടുംബത്തിൽ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് ആ ഒരു പശുവാണെങ്കിലും ആണാണെങ്കിലും നമ്മൾ അതനുസരിച്ച് നോക്കണുണ്ടല്ലോ. അതൊരു നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം. ഇപ്പൊ പ്രായമായ ആളുകളാണ് കൂടുതലും ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങളുടെ ആ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പിന്നെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഡോക്ടറാണ് സൈന ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ 10 വർഷമാകുമ്പോൾ വന്നത് 2ാമത്തെ ടൈമാണ്. അപ്പൊ കഴിഞ്ഞ ടൈമിൽ നമ്മൾ എന്ത് പറഞ്ഞാലും പറയണം ഡോക്ടർ. നമ്മൾ ചെന്ന് പറയും, കാണുമ്പോൾ തന്നെ ഡോക്ടർ കാര്യം മനസ്സിലാവും. അതേപോലെ വളരെയധികം സ്നേഹമാണ്. ഡോക്ടറെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ശ്രീ ഒക്കെ കാർത്തികേയൻ, പ്രസിഡന്റ് പെരുമ്പള്ളി ക്ഷീരസഹകരണ സംഘം. ഈ പ്രോഗ്രാം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത നിർണ്ണായകന്റെ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, പുതുവൈപ്പ് ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ ബാബു. ഇവിടെ ഇപ്പോ ഈ ആദരവ് ഏറ്റുവാങ്ങിയ ഡോക്ടർ സൈറ, ഡോക്ടർ ധന്യ, ഡോക്ടർ സുബി, ഡോക്ടർ അഖിലാഖ്, ഡോക്ടർ ശ്രീദേവി, ഡോക്ടർ രഹന, ഡോക്ടർ പ്രീതു, വേദിയിലുള്ള മറ്റ് വിശിഷ്ട പ്രിയപ്പെട്ടവര്. ഞാൻ രാവിലെ അടിയന്തരമായിട്ട് എറണാകുളത്ത് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇത്തിരി വൈകിയത്. MLA ആണെങ്കിൽ 9:52 വിളിച്ചത് കറക്റ്റ് സമയത്തൂടെ എത്തുമെന്ന് പറഞ്ഞു. ഡോക്ടർമാരെ സംബന്ധിച്ച് പലരെയും എനിക്ക് പരിചയമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ ലാലയുടെ വീട്ടിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ വെറ്റിനറി ദിനം വളരെ ഭംഗിയായിട്ട് അവര് മാത്രമായിട്ട് സംഘടിപ്പിച്ചതിന്റെ പിക്ചർ ഫേസ്ബുക്കിലൂടെ കാണുകയുണ്ടായി. ഡോക്ടർ ലാലയാണെങ്കില് എടവനക്കാട് വെറ്റിനറി ഡോക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ധന്യയും അവിടെ പിന്നെ ഡോക്ടറായിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. പിന്നെ അഖിലിപ്പോ അവിടുത്തെ ഡോക്ടറാണ് ഉള്ളവര്. പിന്നെ ഈ സൈറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെയൊക്കെ അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. വെറ്റിനറി മേഖലയിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ മരിച്ച വീട്ടിൽ പോയപ്പോൾ ഇടവനക്കാടുള്ള ഒരു പ്രധാനപ്പെട്ട കർഷകരോട് ഞാൻ ചോദിച്ച് എങ്ങനെയുണ്ട് ഇപ്പൊ പശുവൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഏറ്റവും കൂടുതൽ പശു ഉണ്ടായിരുന്ന ഇടവനക്കാടുള്ള ഒരു കർഷകനാണ്. പുള്ളി പറഞ്ഞ് ഞാൻ എല്ലാത്തിനും കൊടുത്ത് ഞാൻ ആ മേഖലയിൽ മാറിയിരുന്നു. ഇപ്പൊ പലരും പശുവിനെ പിന്നെ എങ്ങനെയെങ്കിലും ഒഴിയുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ ഷാരിചേട്ടനാണ് ഇപ്പോ ഇടവനക്കാട് ക്ഷീരസംഘത്തിന്റെ പ്രധാനപ്പെട്ട ആളായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച് പോവുകയാണ്. പക്ഷെ ഷാരിചേട്ടന്റെ വീട്ടിൽ ഇടയ്ക്ക് ചെല്ലുമ്പോ ഞാൻ ചോദിക്കും, അപ്പൊ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആ വീടിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച തന്നെ പിന്നെ പശുവിന് ചെന പിടിക്കുന്നില്ല. അതുകൊണ്ട് അപ്പൊ ഞാന് അദ്ദേഹത്തിന് ഒരു മാസം എത്ര രൂപയാണ് വരുമാനം ഉണ്ടായിരുന്നതെന്ന് കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സത്യസന്ധമായി എന്നോടത് പറയുകയും ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ബാങ്കിലെ ഒരു പിന്നെന്താണ് ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് തുക അടക്കുന്നത് ഏതാണ്ട് 14,000 രൂപ ഒരു മാസം അടക്കുന്നത് ഈ ക്ഷീര
മേഖലയിലെ ഈ കർഷകൻ എന്ന നിലയിൽ അതിൽ നിന്നുള്ള വരുമാനമായിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അദ്ദേഹവും ചില പശുക്കളെയൊക്കെ വിറ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഷാജിച്ചേട്ടന്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ പ്രതിസന്ധികളിലൂടെയാണ് ക്ഷീരകർഷകർ മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രൂപത്തില് DO ക്ഷീരവികസന ഓഫീസർ നൽകിയ എല്ലാ പ്രൊജക്ടുകളും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അംഗീകരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായും ലഭ്യമായ ഫണ്ടുകൾ ഓരോ ഇംപ്ലിമെന്റ് ഓഫീസർമാര് നൽകിയ പ്രൊജക്ടുകൾ എന്നുള്ള രൂപത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എടുത്തത്. പക്ഷെ ക്ഷീര വികസന ഓഫീസർ പറഞ്ഞ എല്ലാ പ്രൊജക്ടുകളും കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നപ്പോ ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പിൽ ഓവറായിട്ട് കുറച്ച് പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച ഒരു വർഷമാണ്. ലഭിച്ച ഫണ്ട് മുഴുവൻ നമ്മൾ ചെലവഴിക്കുകയും ചെയ്തു. അത് കൂടാതെ അതിന് മുമ്പുണ്ടായിരുന്ന സ്പിൽ ഓവർ ചെലവഴിച്ചു വന്നപ്പോൾ 107.52% ആയിട്ട് മാറി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച സംസ്ഥാന ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കെടുക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ 4ാമത്തെ സ്ഥാനവും ജില്ലയിൽ 2ാമത്തെ സ്ഥാനവും കൈവരിക്കാൻ വേണ്ടി കഴിയും. ആശംസകൾ നേരുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ നിബിൻ, എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന തുളസി സോമൻ, KS സാജിദ്, വർഷ, സജി വർഗീസ്, നാം ഇവിടെ ഇന്ന് ആദരിക്കുന്ന ഡോക്ടർ സൈറ, ഡോക്ടർ ധന്യ, ഡോക്ടർ സുബി, ഡോക്ടർ അഖില, ഡോക്ടർ ശ്രീദേവി, ഡോക്ടർ രഹ്ന, ഡോക്ടർ പ്രീതു, എല്ലാവരും വനിതകളാണ്. ഓക്കെ. വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, ക്ഷീര കർഷകരുടെ സംഗമവും നമ്മുടെ ഈ വൈപ്പിൻ ബ്ലോക്കിന് കീഴിലുള്ള ആദരണീയരായ ഈ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരെ ആദരിക്കുന്ന ഈ ചടങ്ങ് വളരെ സന്തോഷകരമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. എല്ലാ നല്ല കാര്യങ്ങളും പ്രഭാതത്തിൽ തന്നെ ആരംഭിക്കുന്നതാണ് നല്ലതെന്നുള്ളതുകൊണ്ടും നമ്മുടെ ഈ തൊഴിലിൻ്റെ പ്രത്യേകത അനുസരിച്ചും എല്ലാവരും രാവിലെ തന്നെ അവരുടെ കർമ്മരംഗങ്ങളിൽ ജോലി ആരംഭിക്കുന്നവരായതുകൊണ്ടും ഞാൻ വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. ഞാൻ 9:45 ഞാൻ എത്തി. 10 മണിക്ക് ഈ പരിപാടി തരുമ്പോൾ നമ്മുടെ മത്സ്യമേഖലയിൽ 2 പഞ്ചായത്തുകളിലായി നടപ്പാക്കുന്ന 4 കോടി രൂപയുടെ പദ്ധതി നിർവഹണത്തിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് നമ്മുടെ ഞാറക്കൽ റെസ്റ്റ് ഹൗസിൽ ഇപ്പോൾ ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ തന്നെ ധൃതി പിടിക്കുകയാണ് ചെയ്തത്. എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തുടങ്ങണം എന്ന്. നമ്മുടെ ഈ ക്ഷീരമേഖല നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു മേഖലയാണ്. കേരളത്തിൻ്റെ വിവിധ വകുപ്പുകൾ പോലെ തന്നെ നല്ല പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു വരുമാനവും ജനങ്ങളെ സംബന്ധിച്ച് പോഷകമൂല്യമുള്ള പാലുൽപ്പന്നങ്ങളും എല്ലാം ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളം പല കാര്യങ്ങളിലും ഇന്നിപ്പോൾ കുറച്ച് പിറകിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് പഴങ്ങളും പച്ചക്കറികളും പാലുൽപാദനത്തിൻ്റെ മേഖലകളിലുമെല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ കേരളമെല്ലാം ഒറ്റക്കെട്ടായി വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ കഴിയും എന്നാണ് സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൃഷിയുടെ മേഖലയിൽ നന്നായി ഇടപെട്ടു. ഏതാനും ഉൽപ്പന്നങ്ങൾ കൂടി, ടൺ ഉൽപ്പന്നങ്ങൾ കൂടി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പച്ചക്കറിയുടെയും പഴവർഗ്ഗങ്ങളുടെയും കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്കൊരു സ്വയം പര്യാപ്തത നേടാൻ കഴിയുമെന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ കോഴി ഇറച്ചി
അതുപോലെ മുട്ട, ആ കാര്യങ്ങളിലും നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് വരാനായിട്ട് കഴിയും. ഇപ്പോൾ നാമക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിലാണല്ലോ കോഴിമുട്ടയും മറ്റ് കോഴിയിറച്ചിയും എല്ലാം ഇങ്ങോട്ട് വരുന്നത്. അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രോത്സാഹനം നമ്മൾ നൽകി വരുന്നുണ്ട്. നമ്മൾ ഈ മേഖലയിലുള്ള നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായി നമ്മുടെ പാലുൽപാദനത്തിൻ്റെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ തന്നെ ഒരു കണക്കനുസരിച്ച് 2011 നമ്മുടെ പാലുൽപാദനം ഏതാണ്ട് 2643 ടണ്ണാണ് നമ്മൾ കേരളത്തിൽ പാൽ ഉത്പാദിപ്പിച്ചത്. ഇപ്പോൾ 2023-24 അവസാനിക്കുമ്പോൾ ഒരു കണക്ക് 2579 ടൺ പാല് നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കണക്കല്ല, എന്തായാലും അതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. 2010-11 അല്പം കുറവാണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും ഒരു ശരാശരി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. ഇപ്പോൾ പാലുൽപാദനത്തിൻ്റെ മേഖലയിൽ നമ്മൾ കൃഷിക്കാർക്കും നമ്മൾ വകുപ്പുമെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സേവനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ഷീരമേഖലയിൽ നമ്മൾ നടപ്പാക്കുന്ന എല്ലാ നേട്ടങ്ങളെക്കുറിച്ചൊന്നും എല്ലാവരും ബോധവാന്മാരാണ്. അപ്പം ആ മേഖലകളിൽ ആളുകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും അവർക്ക് സുരക്ഷിതമായ ജീവിതം നയിക്കുന്നതിനുമെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളാണ് പ്രധാനമായും മുൻകൈ എടുക്കേണ്ടത്. അതുപോലെ ക്ഷീര കർഷകരുടെ സംഘങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇത് നല്ല പ്രോത്സാഹനം നൽകി ജനങ്ങളെ ആകർഷിച്ച് നമുക്ക് ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഈ മേഖലയിൽ നടപ്പാക്കുന്ന നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ സമയം കളയുന്നില്ല. നമ്മൾ ക്ഷീര കർഷകർക്കും അവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ ക്ഷീരസംഘത്തിലെ ജീവനക്കാർക്കും നമ്മൾ നൽകുന്ന സർക്കാർ നൽകുന്ന വലിയ ഒരു സുരക്ഷാ പദ്ധതിയാണ് നമ്മുടെ ഇൻഷുറൻസ് പദ്ധതി. നമ്മുടെ കേരള ക്ഷീര കർഷക നിധിയിൽ അംഗങ്ങളായ എല്ലാ കർഷകർക്കും അവരുടെ ആരോഗ്യ സുരക്ഷിതത്വം അതുപോലെ അവർക്ക് ആശ്വാസവും ഉറപ്പാക്കുന്നതിന് നമ്മൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത പരിശോധന ഇല്ലാതെ തന്നെ, വൈദ്യ പരിശോധന ഇല്ലാതെ തന്നെ 80 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം എന്നുള്ളതാണ് അതിൻ്റെ ആകർഷണം. നിലവിലുള്ള അസുഖങ്ങൾക്ക് കൂടി പരിരക്ഷ നൽകുന്ന ഒരു സ്കീമാണ്. മറ്റൊരു കാര്യം, ഈ 2024-25 ഈ ടെൻഡർ വഴിയാണ് നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തത്. ഇത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയും അതുപോലെ LICയുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റും അതുപോലെ ക്ഷീരവികസന വകുപ്പും ചേർന്നുകൊണ്ട് ഈ പദ്ധതിക്ക് നൽകുന്നത്, ഗവൺമെന്റും ക്ഷീരവികസന വകുപ്പ് വഴി നൽകുന്നത് 1.5 കോടി രൂപയാണ് ഇത്തവണ ബഡ്ജറ്റിൽ ഇതിനു വേണ്ടി ഇൻഷുറൻസ് സ്കീമിന് വേണ്ടി മാത്രം നീക്കിവെച്ചിട്ടുണ്ട്. അതുപോലെ മിൽമയുടെ 3 മേഖലാ യൂണിറ്റുകൾ വഴി 90 ലക്ഷം രൂപ ഈ ഇൻഷുറൻസ് പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ഈ ആവശ്യത്തിന് വേണ്ടി 3,37,00,000 രൂപയാണ് നമ്മൾ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം നമ്മൾ നൽകിപ്പോരുന്നു. 7 ലക്ഷം രൂപ വരെ മരണത്തിനും അതുപോലെ സ്ഥായിയായിട്ടുള്ള അപകടങ്ങളും മറ്റും വന്നിട്ടുണ്ടെങ്കിൽ 7 ലക്ഷം രൂപ വരെ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് 2 പേർക്ക് വീതം 25,000 ഉൾപ്പെടെ 50,000 രൂപയുടെ സഹായങ്ങൾ നമ്മൾ നൽകിക്കൊള്ളുന്നു. ഇത് കൂടാതെയാണ് സമഗ്ര കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത്. അതിലേതാണ്ട് 6,350 രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം കണക്കാക്കുന്നതെങ്കിലും അതിന്റെ പകുതി തുക 3,175 രൂപ ആ പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടി സഹായധനമായി നമ്മൾ നൽകുന്നു. അപ്പോൾ സർക്കാർ ഈ മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ ജനോപകാരപ്രദമായ പദ്ധതികളിൽ ഒരു കാര്യം മാത്രമാണ്. മറ്റൊന്ന് ക്ഷീരഗ്രാമ പദ്ധതിയാണ്.
ക്ഷീരഗ്രാമം പദ്ധതി ഒരു ഘട്ടത്തിൽ നമുക്ക് മന്ത്രി തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. തലനാരിഴയ്ക്ക് വ്യത്യാസത്തിൽ അത് പറവൂർ ബ്ലോക്കിലേക്ക് ആ പദ്ധതി പോവുകയും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് നടത്തിയ എഴുത്തുകുത്തുകളും അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഇത് ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ്. നമ്മുടെ പഞ്ചായത്തുകൾ ഒരു വിഹിതം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പദ്ധതി സുഗമമായി നടത്താൻ കഴിയും. എൻ്റെ തന്നെ ഒരു നിയമസഭാ ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി നൽകിയ മറുപടി അത് നമ്മുടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അത് നടപ്പാക്കുന്നതിനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ 2025-26 ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നീക്കി വെച്ചാൽ പള്ളിപ്പുറത്ത് നമുക്ക് നടപ്പാക്കാം എന്നാണ് മന്ത്രി തന്നിട്ടുള്ള ഉറപ്പ്. അപ്പോൾ തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം മുൻകൈയെടുത്ത് ഇന്നിപ്പോൾ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടെ ഇല്ലല്ലോ. അപ്പൊ പുതിയ സാമ്പത്തിക വർഷം ആയതുകൊണ്ട് അതിലെല്ലാം തുക മാറ്റിവെക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടാകും സ്വാഭാവികമായി. അപ്പൊ അവർ 10 ലക്ഷം രൂപ നൽകിയാൽ ബാക്കി സർക്കാരിന്റെ കൂടി തുക വെച്ച് നമുക്കത് നടപ്പാക്കാനായിട്ട് കഴിയും. ഈ ക്ഷീരഗ്രാമ പദ്ധതി നമ്മൾ പഞ്ചായത്തുകളിൽ നടപ്പാക്കുമ്പോൾ ഒരു പള്ളിപ്പുറം മാത്രമല്ല മറ്റേതെങ്കിലും പഞ്ചായത്തിൽ നടപ്പാക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് മുൻകൈ എടുക്കാവുന്നതാണ്. ക്ഷീരഗ്രാമ പദ്ധതിയുടെ പ്രത്യേകത അത് ഉരുക്കള വാങ്ങുന്നതിനും തീറ്റപ്പുൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ സബ്സിഡി നിരക്കിൽ വൈക്കോൽ വിതരണം ചെയ്യാനും കാര്യങ്ങൾക്കുള്ള പോഷക വിതരണം തുടങ്ങിയ പദ്ധതികളിലൂടെയാണ് നമ്മൾ ഈ ക്ഷീരഗ്രാമ പദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതിക്ക് പുറമെ നമ്മൾ നടപ്പാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഈ ഇൻഷുറൻസ് മേഖലയിൽ തന്നെ ഗോ സമൃദ്ധി എന്ന് പറയുന്ന ഗോ സമൃദ്ധി LNM പദ്ധതി. 2016 മുതൽ 2016-17 കാലം മുതൽ നമ്മൾ കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. 60% തുക കേന്ദ്ര സർക്കാരിന്റെയും 40% നമ്മുടെ സംസ്ഥാന സർക്കാർ വഹിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ തന്നെ നമ്മൾ സ്വന്തമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്. 2017-18 മുതൽ തന്നെ 100% നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടെ നടപ്പാക്കുന്ന ഗോ സമൃദ്ധി സമഗ്ര കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയും നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സർക്കാർ എത്രമാത്രം താല്പര്യത്തോടു കൂടി ജനങ്ങളുടെ ജീവിതം ഭദ്രമാക്കുന്നതിനും അവരെ വരുമാനമുള്ളവരാക്കി മാറ്റുന്നതിനും പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നമുക്ക് കൊണ്ടു നടക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു തൊഴിലെന്ന നിലയിലുമെല്ലാം സർക്കാർ വലിയ പ്രോത്സാഹനമാണ് ഈ മേഖലയിൽ നൽകി വരുന്നത്. തീർച്ചയായും ഇതിനെ നമുക്ക് കൂടുതൽ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനും പാലുൽപ്പന്നത്തിന്റെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തത നേടുന്നതിനും എല്ലാം നമുക്ക് കഴിയുന്ന വിധത്തിൽ നമുക്ക് ഈ വികസന രംഗത്ത്, ഈ മേഖലയിലെ വികസന രംഗത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൽ MLA എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ഞാൻ മുൻകൈ എടുക്കാം. ഇതിനിപ്പോ നമ്മൾ ഡോക്ടർമാരെ ആദരിക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ദൈവദൂതന്മാരെ പോലെയാണ് ചില ഘട്ടങ്ങളിൽ അവർ കടന്നു വരുന്നത്. നമ്മളവരെ ആദരിക്കുമ്പോഴും അവർ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ സർക്കാരും ജനപ്രതിനിധികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ഒരു കോള് വന്നാൽ അല്ലെങ്കിൽ ആളുകൾ ചെന്ന് പശുക്കൾക്ക് വരുന്ന എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ സംബന്ധിച്ച് വരും, ചിലപ്പോൾ ഡോക്ടറുടെ തന്നെ ആവശ്യങ്ങൾ വരാം. അവരെല്ലാം വരുമ്പോൾ യഥാസമയം ഓടിയെത്തുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഹന സൗകര്യങ്ങളുടെ പ്രശ്നമാണ്. ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ജില്ലാ ഓഫീസുകളിലും വളരെ അപൂർവം ചിലപ്പോൾ ബ്ലോക്ക് ഓഫീസുകളിലും മാത്രമാണ് ഈ വാഹന സൗകര്യങ്ങളെല്ലാം ഈ ഡോക്ടർമാർക്ക് ലഭ്യമാകും. അപ്പൊ യഥാസമയം ചിലപ്പോൾ എത്താൻ കഴിയാതെ വരും. അപ്പോൾ നമുക്ക് സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനത്തിൽ അവരെ എത്തിക്കുക എന്നുള്ളതാണ്. ആ വാഹനം എത്ര പരിമിതികളുള്ളതാണെങ്കിലും എല്ലാം അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഡോക്ടർമാരെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ചില മാരകമായിട്ടുള്ള രോഗങ്ങളോ പകർച്ചവ്യാധികളോ ഒക്കെ വരുമ്പോൾ ഈ ഡോക്ടർമാരുടെ അതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സേവനങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ആവശ്യമായ ഇൻഷുറൻസ് തുകയെല്ലാം കൃത്യമായി ലഭിക്കണമെങ്കിൽ അവർ നൽകുന്ന സർട്ടിഫിക്കറ്റും അവരുടെ സാക്ഷ്യപ്പെടുത്തലും എല്ലാം പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ക്ഷീര കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആ തരത്തിൽ എപ്പോഴും സൗഹൃദപരമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഈ രംഗത്ത് ഈ സേവനമനുസരിക്കുന്ന ഡോക്ടർമാർ നൽകുന്ന സേവനം ഈ മേഖലയിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട സേവനമാണ് അവർ അനുഷ്ഠിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല ഇനം പശുക്കൾ ലഭിക്കുക
അതിൻ്റെ ബീജ സങ്കലനത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ബീജങ്ങൾ ലഭ്യമാക്കുക, നല്ല വിത്തുകൾ ലഭ്യമാക്കുക, അതുപോലെ തന്നെയുള്ള ഇൻഷുറൻസ് സംരക്ഷണങ്ങൾ ലഭിക്കുക, നല്ല തീറ്റ ഇത് കുറച്ച്, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുക. ഇതൊക്കെയാണ് ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇതെല്ലാം ഡോക്ടർമാർ നേരിടുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ക്ഷീരകർഷകർ നേരിടുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം പരസ്പരം ബന്ധിതമാണ്. എല്ലാം തീർച്ചയായിട്ടും സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത് തന്നെയാണ്. ഈ കാര്യങ്ങളിലെല്ലാം എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് കേരള സർക്കാരിനുള്ളത്. നമ്മുടെ സർക്കാർ ഇപ്പോൾ അതിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ നടത്തി വരികയാണ്. നമ്മുടെ കേരളത്തെ ഒരു പുതിയ കേരളമായി നമ്മൾ മാറ്റുന്നതിന് വേണ്ടി, അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു സ്വാശ്രയത്വം ഉള്ള ഒരു നാടായി നമ്മൾ മാറണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പണ്ട് തന്നെ നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാം നമ്മൾ വളരെ മുന്നിലാണ്. ലോകത്തെ പല മാനവ വികസന സൂചകങ്ങളിലും നമ്മൾ മുന്നിലാണ്. അതായത് ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ, സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മരണത്തിന്റെ കണക്കുകളിൽ എല്ലാം നമ്മൾ കേരളത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ ബഹുദൂരം മുന്നിലാണ്. എന്നിരുന്നാലും ലോകം മാറുകയാണ്. ശാസ്ത്രരംഗം, സാങ്കേതിക രംഗമെല്ലാം അതിവേഗം മാറുകയാണ്. അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പാകെ നമ്മുടെ കേരളത്തിൽ എത്താൻ കഴിയണമെങ്കിൽ ഈ അറിവുകളെല്ലാം നമ്മൾ സ്വായത്തമാക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ. അതുകൊണ്ടാണ് വിജ്ഞാനാധിഷ്ഠിതമായ ഒരു കേരളം നമുക്ക് പടുത്തുയർത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലും എല്ലാം സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും സാങ്കേതിക വൈദഗ്ധ്യവും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. പഠിച്ചു പുറത്തു വരുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കണം. അവർക്ക് ആവശ്യമായ തൊഴിൽ ലഭിക്കണം. തൊഴിൽ വേണമെങ്കിൽ നമുക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകണം. ആ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ രാജീവ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി നമ്മളൊരു ആഗോള നിക്ഷേപക സംഗമം ഇൻവെസ്റ്റ് കേരള എന്ന നാമധേയത്തിൽ നമ്മൾ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊച്ചിയിൽ നടത്തിയത്. അത് 23 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഏതാണ്ട് 2 ലക്ഷം കോടിയിലധികം വരുന്ന രൂപയുടെ നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. 350ഓളം വരുന്ന ഈ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സർക്കാരുമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെട്ടു. അപ്പൊ നമ്മുടെ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും അതിൽ നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും നമ്മൾ ശ്രദ്ധാപൂർവം ഇടപെടുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും സർവസ്പർശിയായ വികസനം കൊണ്ടുവരുന്നതിനും ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാനും ആ പുതിയ കേരളത്തിന്റെ പുതുവഴികൾ നേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട ഓരോ രംഗങ്ങളിലുമുള്ള വ്യക്തിത്വങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന ഒരു പരിപാടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 7-ാം തീയതിയാണ് എറണാകുളം ജില്ലയിൽ 500ഓളം വരുന്ന വിവിധ മേഖലകളിലുള്ള ആളുകളുമായിട്ട് മുഖ്യമന്ത്രി സംവദിക്കുന്നത്. 17-ാം തീയതി കേരളത്തിലെ 4000ഓളം വരുന്ന സ്ത്രീ വ്യക്തിത്വങ്ങളുമായി മുഖ്യമന്ത്രി ഇന്ററാക്ഷൻ നടത്തും. ഈ 7-ാം തീയതി തന്നെ അതൊരു രാഷ്ട്രീയ പരിപാടിയാണെങ്കിലും എല്ലാ വിഭാഗം ആളുകൾക്കും വരാവുന്ന ഒന്നാണ്. എറണാകുളത്ത് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 50,000ഓളം വരുന്ന ആളുകൾ LDFന്റെ ഒരു റാലിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഇപ്പൊ കാർഷിക മേഖലയിൽ നമുക്ക് വലിയ തോതിൽ ഇടപെടാനായിട്ട് കഴിയില്ല. മത്സ്യമേഖലയിൽ നമുക്ക് കുറെ ഇടപെടാനായിട്ട് കഴിയും. ആ മത്സ്യമേഖലയിൽ ഇടപെടാനും അതിന്റെ ഉത്പാദനം നമുക്ക് വർദ്ധിപ്പിക്കാനും മത്സ്യവിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനും കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വരുമാന വർധനവിന് വേണ്ടി നന്നായി നമ്മുടെ ഭൂപ്രകൃതിയും ഒക്കെ അനുസരിച്ച് നമുക്ക് നന്നായി ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വൈപ്പിൻകര. പ്രത്യേകിച്ച് ഈ ക്ഷീരമേഖല നമുക്ക് നന്നായി പ്രോത്സാഹിപ്പിക്കപ്പെടാനും കൂടുതൽ ആളുകളെ ആകർഷിക്കാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പൊ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഭദ്രമാക്കാനും വരുമാനമില്ലാത്ത ആളുകൾക്ക് ഒരു പുതിയ വരുമാനം ഉണ്ടാക്കാനും തൊഴിലില്ലായ്മ അല്പമെങ്കിലും നമുക്ക് പരിഹരിക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. ആ നിലയിൽ വളരെ സമർപ്പണത്തോടു കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നതെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കലർപ്പില്ലാത്ത നല്ല പാലുൽപ്പന്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനും
ആസ്വദിക്കാനും കഴിയുന്ന അങ്ങേയറ്റം ദേശാഭിമാനപരമായ ഒരു തൊഴിലിലാണ് നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. ആ തൊഴിലിന് അതിൻ്റെതായിട്ടുള്ള അന്തസ്സും അഭിമാനവും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്ത് ഉറച്ചു നിൽക്കാനും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു ഘട്ടത്തില് നമ്മുടെ ചാണക സംസ്കരണ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തിയിരുന്നു. പള്ളിപ്പുറം സംഘം ആണ് അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും മറ്റു കാര്യങ്ങളുമെല്ലാം ലഭ്യമാക്കാമെന്നും ആ ചാണകം സംസ്കരിച്ച് എറണാകുളം പോലുള്ള മഹാപട്ടണങ്ങളിൽ ചെടികൾക്കും അതുപോലെ കൃഷിക്കുമെല്ലാം ഉപയോഗിക്കുന്ന തരത്തിൽ നല്ല ബ്രാൻഡഡ് ആയിട്ട് അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള പദ്ധതികളെല്ലാം നമ്മൾ ആവിഷ്കരിച്ചതാണ്. സ്ഥലം ലഭ്യമാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് അത് നടപ്പായിരുന്നു. പിന്നൊന്ന് അതിന്റെ മൊബൈൽ യൂണിറ്റ് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തി. അപ്പൊ അങ്ങനെ ഒരു മോഡൽ വയനാട് മാത്രമാണ് ഉണ്ടായത്. വയനാട് നിന്ന് ആളുകൾ വന്നത് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ വന്നു. എന്തായാലും ആ പദ്ധതികൾ നമുക്ക് പുനരാവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കാം. ഏറ്റവും ആധുനികമായിട്ടുള്ള ലാബുകളും മറ്റു കാര്യങ്ങളും ഇവിടെ ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളത് അതും പരിശ്രമിക്കാം. ഇനി അധികം മാസങ്ങളൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. ഉള്ള സമയത്തിനകം അതിവേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം എന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഡോക്ടർമാരെ ആദരിക്കാനാണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 26-ാം തീയതി ആയിരുന്നു എന്ന് തോന്നുന്നു വെറ്ററിനറി ഡോക്ടേഴ്സ് ഡേ. അന്നായിരുന്നു ഈ പരിപാടി നടത്തേണ്ടിയിരുന്നത്. എന്നാൽ സമയപരിമിതി മൂലവും MLA സാറിന്റെ ഡേറ്റ് മൂലവും ആ പരിപാടി ഇന്നേക്ക് നീക്കി വെക്കേണ്ടി വന്നതാണ്. ഒരു നന്ദി പറച്ചിൽ കൊണ്ടോ ആദരവ് പ്രകടിപ്പിച്ചതുകൊണ്ടോ തീരുന്നതല്ല ഡോക്ടർമാരോട് നമുക്കുള്ള കടപ്പെട് എന്ന് നമുക്കറിയാം. നമ്മൾ ക്ഷീരകർഷകരുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏത് സമയത്തും ഓടിയെത്താറുള്ള, രാത്രിയോ പകലോ എന്ന് നോക്കാതെ ഓടിയെത്താറുള്ള ഡോക്ടർമാരോട് എത്ര നന്ദി പറഞ്ഞാലാണ് തീരുക? അവർ വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മാനസിക സംഘർഷം കുറയുകയാണ്. ഈ മാനസിക സംഘർഷമാണല്ലോ പല അസുഖങ്ങളും വഴിവെക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം MLA സാറിന് മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 2 വാക്ക് കൂടി പറഞ്ഞേക്കട്ടെ. ഞാനൊരു പശു വളർത്തലുകാരനാണ്. വർഷങ്ങളായി ഞങ്ങൾ പശു വളർത്തൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ ഒരു പശുവിന് പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഡോക്ടർമാരെ വിളിക്കേണ്ടായി. രാത്രി 10 മണിയായിട്ടും പശു പ്രസവിച്ചില്ല. ആ സമയത്ത് ദേവദൂതനെ പോലെ 2 ഡോക്ടർമാർ ഞങ്ങളുടെ വീട്ടിലെത്തി. ആ പശുവിന്റെ സുഖപ്രസവത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ആ ഡോക്ടർമാരുടെ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാരിൽ എനിക്ക് 2 പേര് മാത്രമേ പരിചയമുള്ളൂ. ബാക്കി ആരെയും എനിക്ക് പേര് പറയാനാവില്ല. ആ 2 പേരാണെങ്കിലും അറിയാമല്ലോ, ഡോക്ടർ സൈനയും ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടറാണ്. ഈ ക്ഷീരമേഖല വളരെ സാമ്പത്തികമായി തളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ക്ഷീരകർഷകർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഈ മേഖല ലാഭകരമാക്കാൻ പല രീതിയിൽ ഡോക്ടർമാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസുകളിലൂടെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഇപ്പോൾ ഓർമ്മ വരികയാണ്. നമ്മുടെ സൈന ഡോക്ടർ മാലിപ്പുറം കോൺഫറൻസ് നടത്തിയ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായി. അഷ്ട ഡോക്ടർ ക്ലാസ് എടുത്തു. ഒരിക്കൽ ഇന്നത്തെ വർഷം ഉണ്ടായി. ആ വർഷം ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് നൽകാനുള്ള ഭക്ഷണത്തിലേക്ക് ബാറ്ററിയോ ബൾബോ എന്തോ പൊട്ടി വീണിട്ട് ഭക്ഷണം നൽകാനായില്ല. അന്ന് വിളവ് വെളുത്ത മുഖത്തോട് കൂടി നിൽക്കുന്ന സൈനിക ഡോക്ടറെ ഞാനിന്ന് ഓർത്തുപോവുകയാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, എന്നാലും 2 വാക്ക് നമ്മളുടെ അഷ്ട ഡോക്ടറെ പറ്റി പറയാതെ നേടായി പോകും. ആ അഷ്ട ഡോക്ടർ നമ്മളുടെ അടുത്തില്ലെന്ന് ഇന്ന് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ചേതമെന്നോ മറ്റോ ആണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്ഷീരകർഷകർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ സഹായിക്കാൻ എത്ര പ്രാവശ്യമാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ വിളിച്ചാലും അദ്ദേഹം എത്തിച്ചേരും എന്നാണ് എന്റെ പ്രതീക്ഷ. അധികം വൈകാതെ തന്നെ അദ്ദേഹം വല്ലിക്കരയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായ വൈദ്യരനായ KN ഉണ്ണികൃഷ്ണൻ അവർ
ഉൾപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, കൂടിയിരിക്കുന്ന ഡോക്ടർമാർ, ക്ഷീര കർഷകർ, മാധ്യമ സുഹൃത്തുക്കൾ, നമ്മളിന്നിവിടെ കൂടാൻ തന്നെ കാരണം വെറ്റിനറിയുടെ ആഘോഷിക്കുന്ന വേളയിലാണ്. നമ്മുടെ ക്ഷീരകർഷകർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ വെറ്റിനറി ഡോക്ടർ. അവരെ ആദരിക്കുന്ന കാര്യം കർഷകർ തീരുമാനിച്ചു. പുതുവൈപ്പ് ക്ഷീരസംഘത്തിൻ്റെ കീഴിലുള്ള ഇറങ്ങുമ്പുഴ വെറ്റിനറി ഹോസ്പിറ്റൽ ഡോക്ടർ സൈല ഡോക്ടറാണ് കർഷകർ ചെന്ന് നേരിട്ട് ഒരു ആദരിക്കൽ നടത്തിയതാണ്. പിന്നെ വൈകുന്നേരയിലെ ക്ഷീരസംഘങ്ങൾ കൂടി എല്ലാവരെയും നമുക്ക് ആദരിക്കണമെന്നൊരു തീരുമാനം പരിഗണിക്കും. അതിന് പ്രകാരമാണ് ഇവിടെ യോഗം വെച്ചത്. നമുക്ക് അതിന് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ പശുവുണ്ടോ ഒരു ഡോക്ടർ വേണം. ഏത് സാഹചര്യത്തിലും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഓടിയെത്തി നമ്മ ആവശ്യപ്പെടുന്ന പക്ഷം അവരെന്ത് ചികിത്സ സഹായങ്ങളോ ആയ കാര്യങ്ങളെല്ലാം അവരുടെ മേൽനോട്ടത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. പല വിമർശനങ്ങളൊക്കെ അവർക്ക് കിട്ടാറുണ്ട്, സമയത്ത് എത്തിയില്ല, അതൊരു തിരക്കിൻ്റെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അവർക്കും കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും അവർ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന അകലെ ഡോക്ടർമാരായിരിക്കും. നമ്മൾ വിളിക്കുന്നത് ഇപ്പോൾ കിലോമീറ്ററിലപ്പുറത്തായിരിക്കും. എന്നാലും അവർ ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതാകാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ പശു ചേർത്തപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു വിമർശനങ്ങൾ കണ്ടു. അത് വിമർശനത്തിൽ ഡോക്ടറിൻ്റെ നല്ല മറുപടി. ഡോക്ടറുടെ ചെറിയ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ ഡോക്ടറിന് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഡോക്ടർമാരെ ഡോക്ടറെ വിളിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പശു ചത്ത്. പക്ഷെ അവർ ചെയ്യേണ്ടത് 4 ദിവസത്തിന് മുമ്പ് കാട്ടിക്കിടന്ന് പ്രസവിച്ച് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ പശുവിന് നമുക്ക് ട്രീറ്റ് കൊടുക്കുന്ന ഡോക്ടറെ പിറ്റേ ദിവസം തന്നെ കൊണ്ടുവന്ന് കാച്ചി വന്ന് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തില്ല. എൻ്റെ പെങ്ങളുടെ വീട് തന്നെയാണ്. അപ്പോൾ അത് ചെയ്തില്ല. വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർമാരെ വിളിച്ച് അവർ ഗ്രൂപ്പിലിട്ട് പല ഡോക്ടർമാരെ ബന്ധപ്പെട്ട ഒരാൾ മാറ്റിയുള്ള ഒരാൾ ആരുവ പല സ്ഥലത്തുമായിരുന്നു എന്നുള്ള മറുപടിയാണ് അവർ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ പശു പറ്റിയപ്പോൾ അവർ ആരോഗ്യം ഓടി തരാനോ അല്ലെങ്കിൽ കടന്നു ഓടി തരാൻ സമയം കിട്ടുന്നില്ല അവരറിയിച്ചപ്പോൾ. പിന്നെ അവർക്ക് വേണ്ടത് ചെയ്യാമായിരുന്നു. ഡയറിയിൽ അറിയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഭരണസമിതിയിൽ ആരെങ്കിലും പ്രസിഡന്റ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഡോക്ടർമാരെ എത്തിക്കാണ് ഇതുണ്ടാകുന്നത്. അതൊന്നും അവർ ചെയ്തില്ല. പക്ഷെ കുറ്റങ്ങൾ വന്നപ്പോൾ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. അത് കാരണം അത്ര പറയാൻ കാര്യം, അപ്പം അവരുടെയും കുടുംബങ്ങളുണ്ട്. അവരും കുടുംബങ്ങളായി ജീവിക്കുന്നവരാണ്.